ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ ഇപ്പോ നമ്മുടെ പള്ളിപ്പുറം പഞ്ചായത്തിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് താങ്കൾ വന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ കേരളം മുഴുവൻ വലിയ രീതിയിൽ അറിയുന്ന ആളാണ് ശ്രീ ചെറായി. എങ്ങനെയുണ്ട് ഈ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഈ ഒരു തവണത്തെ ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഇലക്ഷനിൽ ഇത്തവണ നമ്മൾ 8ാം വാർഡാണിത്. നിലവിൽ 10ാം വാർഡ് 9ാം വാർഡൊക്കെ ചേർന്ന് പുതിയ 8ാം വാർഡാണ്. നിലവിൽ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ ഈ വാർഡിൽ ജയിച്ചത് CPM ആണ്. വൻപം ഭൂരിപക്ഷത്തിൽ ഏകദേശം 325-350 ഭൂരിപക്ഷത്തിലാണ് CPM ഈ വാർഡ് ജയിച്ചത്. ഈ വാർഡ് ജയിച്ച സമയത്ത് തന്നെ അവർക്ക് 2 വർഷം കഴിഞ്ഞപ്പോൾ തുടങ്ങി അവരുടെ പതനം തുടങ്ങിയെന്നുള്ള. കാരണം ഇവിടുത്തെ വാർഡ് മെമ്പർ പ്രവർത്തിക്കുന്നത് ബ്രാഞ്ച് സെക്രട്ടറി പറയണത് അനുസരിച്ചാണെന്നുള്ള തരത്തിൽ പ്രതീതികൾ വന്ന്, അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ വാർഡ് മെമ്പർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസരമുണ്ട്. കാരണം പാർട്ടി തലത്തിലുള്ള ഭരണമാണ് ശരിക്കും ഈ വാർഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ CPM-നോടും ഇവരോടും വളരെ വെറുപ്പ് നിറഞ്ഞൊരു അന്തരീക്ഷമാണ് വാർഡിൽ നമുക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ CPM-ന്റെ എത്ര നല്ല സ്ഥാനാർത്ഥിനെ അവർ നിർത്തിയാലും ഭരിക്കണത് പാർട്ടിയാണെന്നുള്ളത് ജനങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വാർഡിന്റെ ഒരു അന്തരീക്ഷം കോൺഗ്രസ് അന്തരീക്ഷമാണ്. ശരിക്കും കോൺഗ്രസ് ഏറ്റവും കൂടുതൽ തവണ ജയിച്ചേക്കുന്ന ഒരു വാർഡ് തന്നെയാണ്. കോൺഗ്രസ് അനുകൂലിയാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസ് ഈ 5 വർഷം CPM ഈ വാർഡ് ഭരിച്ച 5 വർഷം ഈ പ്രദേശത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കോൺഗ്രസ് വരുന്ന സമയങ്ങളുണ്ട്, വർഷത്തിൽ ഒരു ദിവസം അവരെല്ലാവരും കാണാം. ആഗസ്റ്റ് 15-ന് കൊടി ഉയർത്തിയിട്ട് വീടുകളിൽ ലഡുണ്ട്, വീടുകളിലല്ല അവിടെ വന്ന ആൾക്കാർക്ക് ലഡു മിഠായി കൊണ്ടു കൊടുക്കും. ആ സമയത്താണ് ശരിക്കും കോൺഗ്രസ്സുകാർ ഈ നാട്ടിൽ വന്നത്. അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ നമ്മൾ ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. ഈ വാർഡിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വീടുകളിൽ ചെന്ന് ആളുകളോട് പറയാനായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടി ചില ഇവിടെ നമ്മുടെ വാർഡ് കേന്ദ്രീകരിച്ച് തന്നെ ഒരു വീട് പൂർണ്ണമായും, 2 വീട് നമുക്ക് ഭാഗികമായും സാധാരണക്കാർക്ക് റെഡിയാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ സേവന പ്രവർത്തനങ്ങൾ പലതും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ വിചാരിക്കുന്നുണ്ട് വാർഡിൽ പഞ്ചായത്തിൽ ചെന്നിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല കാര്യങ്ങളും ചോദിച്ചു വാങ്ങാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് അടുത്തോട്ട് ചെല്ലാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു പ്രതികരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഒരു 148 വോട്ട് കിട്ടിയെടുത്തുനിന്ന് ഇത്തവണ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. ഇപ്പോ ഈ നിങ്ങളുടെ പഞ്ചായത്ത് ഈ പറയുന്ന പള്ളിപ്പുറം വലിയ രീതിയിൽ രാജ്യം മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചൊരു വിഷയം ഇവിടെ ഉണ്ടായിരുന്നതാണ് മുനമ്പം വിഷയം. ഈ വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഈ മുനമ്പത്തെ 1ാം വാർഡിലെയും 2ാം വാർഡിലെയും മാത്രം ക്രൈസ്തവരുടെ ഇടയിൽ വലിയ രീതിയിലൊരു മാറ്റം വന്നിരുന്നു. BJP-യുടെ അംഗത്വമെല്ലാം സ്വീകരിച്ചവർ മുന്നോട്ട് വന്നിരുന്നു. ആ ഒരു വിഷയം ഈ പറയുന്ന പള്ളിപ്പുറം പഞ്ചായത്തിലെ മുഴുവൻ ഈ വാർഡിലടക്കം ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗത്തിനിടയിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം BJP ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്? സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പ്രചരണത്തിന് ചെല്ലാൻ നേരത്ത് നമ്മൾ അവർ അകറ്റി നിർത്തിയിരുന്ന ഒരു പാർട്ടിയായിട്ടാണ് കണ്ടിരുന്നത്. കാരണം നമ്മളെ ചെന്ന് കണ്ട് സംസാരിച്ച് പോരും എന്നല്ലാണ്ട് നമ്മളെ ഏകദേശം അവരൊരു അകറ്റി നിർത്തുന്ന കാലഘട്ടത്തിൽ നിന്ന് നമ്മളെയൊക്കെ വളരെ സ്നേഹത്തോടെയും സ്വീകരിക്കേണ്ട ഒരു കാലഘട്ടമായി മാറിയിട്ടുണ്ട്. അതിന്റെ പ്രധാന വിഷയം തന്നെ ഈ വഖഫ് വിഷയത്തിൽ BJP അവിടുത്തെ ക്രൈസ്തവരോടും അവിടുത്തെ മത്സ്യത്തൊഴിലാളികളോടും കാണിച്ച പരിഗണന ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് നമുക്ക് വോട്ട് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഏകദേശം ഈ വാർഡിൽ 350 വോട്ടോളം ക്രിസ്ത്യൻ വിഭാഗത്തിനുണ്ട്. അത് ശരിക്കും അതിനകത്തൊരു 80-85% കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്തിരുന്ന വോട്ടുകളാണ്. അത് ഇത്തവണ BJP-ക്കും കിട്ടും. കാരണം ആ സമൂഹത്തിന് വേണ്ടി നിലനിന്നത് BJP ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഇവിടെ ഉണ്ട് നമുക്ക്. അപ്പോൾ മുൻകാലങ്ങളിലെ BJP-യുടെ പ്രവർത്തകരെല്ലാവരും ഇത്തവണ സജീവമാണോ? ഇത്തവണയാണ് ശരിക്കും ഇപ്പൊ നമുക്ക് കണ്ടറിയാം. ഇന്ന് രാവിലെ തന്നെ 50ഓളം പേര് രാവിലത്തെ പ്രചരണത്തിനുണ്ടായിരുന്നു. എല്ലാവരും ഒരു വിജയ പ്രതീക്ഷയെ തന്നെയാണ് നിൽക്കുന്നത്. ഇത്തവണ നമ്മൾ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. കാരണം നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ ഇനി ചെയ്യാൻ സാധിക്കും എന്ന ആളുകൾക്ക് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജയം തന്നെയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ റീച്ചുള്ള ഒരു വ്യക്തിയാണോ താങ്കൾ? പല വിഷയങ്ങളും സംസ്ഥാന വ്യാപകമായിട്ട് താങ്കളുടെ ഒരു പോസ്റ്റ് പോലും വലിയ രീതിയിൽ വൈറലാകുന്ന തരത്തിലേക്കുള്ള പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും സജീവമായതിന്റെ പേരിൽ പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിനുപരിയായിട്ട് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇവിടുത്തെ ജനങ്ങൾക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ. അത് ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം പൊതുവെ നമ്മുടെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ മറ്റുള്ള വാർഡുകളെക്കാളും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 3 പാർട്ടിക്കാരെ യുവാക്കൾ മത്സരിക്കുന്ന ഒരു വാർഡാണിത്. അതുകൊണ്ട് തന്നെ പൊതുവെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആകാംക്ഷയോടെ ആര് ജയിക്കും എന്ന് കാത്തിരിക്കുന്ന ഒരു വാർഡും കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയിലാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടി ചെയ്ത കാര്യങ്ങൾ അത് ഇവിടുത്തെ നാട്ടുകാർക്ക് പലർക്കും അനുഭവം ഉള്ളതാണ്. അത് പാർട്ടിയാ ജാതിയാ മതം ഒന്നും നോക്കാണ്ട്
നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് നമുക്ക് പഞ്ചായത്തിൽ ഒരു ഭരണോ അല്ലെങ്കിൽ ഒരു സാഹചര്യം ഇല്ലാത്തപ്പോൾ പോലും നമുക്ക് ജനങ്ങൾക്കിടയിലോട്ട് ഇറങ്ങി ചെല്ലാൻ സാധിച്ചത് ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു വാർഡാണോ അത്? ക്രിസ്ത്യൻ സമൂഹം ഇപ്പൊ ഇവിടെ തന്നെ നമ്മുടെ വാർഡിൽ തന്നെ മൂന്ന് ക്രിസ്ത്യൻ പള്ളികൾ നമ്മുടെ ഈ വാർഡിൽ തന്നെ ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ക്രിസ്ത്യൻ സമൂഹം, മുസ്ലിം സമുദായം വളരെ കുറവാണ്, അതായത് 4 വോട്ടേ കണ്ടുള്ളൂ. പക്ഷെ അവർ അവിടുന്ന് വിറ്റുപോയി. അപ്പൊ ക്രിസ്ത്യൻ സമൂഹത്തിന് ഏകദേശം ഈ വാർഡിൽ നിലവിലെ വാർഡ് വിഭജിച്ചു വന്നവ ഇത്തിരി പ്രാധാന്യം കൂടിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. അതോടൊപ്പം തന്നെ ധീവര സമുദായവും ഈഴവ സമുദായവും അതുപോലെ SC ST ആ കാറ്റഗറിയൊക്കെ ഏകദേശം എല്ലാ വിഭാഗങ്ങളൊക്കെ തിങ്ങിപ്പാർക്കണ ഒരു ഏരിയ തന്നെയാണ് ധീവര. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തായിരുന്നു സുനിൽ കുമാർ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ? സാധ്യത ഉണ്ടോ BJPക്ക്? BJPക്ക് നല്ലൊരു സാധ്യതയുണ്ട്. കാരണം ഇത് ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താ? ഈ സ്ത്രീയായിട്ടുള്ള കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന നല്ല പ്രവർത്തനമാണ്. പാവപ്പെട്ടവർക്ക് വീഡിയോ വെച്ചു കൊടുക്കുക പറഞ്ഞ സന്നിധ പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് സ്ഥിരമായി. ആ നിലയിൽ നല്ലൊരു ഇത് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എത്ര വർഷമായിട്ട് BJPയിൽ പ്രവർത്തിക്കുന്നു? ഞാനൊരു 30 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. സംഘ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് വന്നു. മുന്നോട്ട് വന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇത്തവണത്തെ ഒരു സാധ്യതകൾ എങ്ങനെയാണ്? സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഞങ്ങൾ നല്ലൊരു പ്രവർത്തനം, ഞങ്ങളെ ഗ്രൂപ്പായിട്ട് നല്ലൊരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. ശ്രീജയയുടെ ഇതിൽ നേതൃത്വത്തിൽ നല്ലൊരു പ്രവർത്തനം ഞങ്ങൾ കാഴ്ചവെച്ചു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തായിരുന്നു? സുധീഷ് കുമാർ. എത്ര വർഷമായിട്ട് BJPയിൽ പ്രവർത്തിക്കുന്നത്? 25 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോൾ ഈ വാർഡിൽ നല്ല സാഹചര്യമാണ് BJPക്ക് ഉള്ളത്. എല്ലാവരും നല്ലോണം സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല വിജയപ്രതീക്ഷയുണ്ട്. ശ്രീ നല്ല ഭൂരിപക്ഷത്തോട് വിജയിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പോഴത്തെ ഒരു LDFന്റെ ഇവിടുത്തെ മെമ്പർ ഉണ്ടല്ലോ, CPM മെമ്പർ, അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന കാര്യങ്ങൾ എങ്ങനെയാണ്? ജനങ്ങളുടെ ഒരു പ്രതികരണം നിങ്ങൾ വീടുകളിൽ ഇറങ്ങുന്ന സമയത്ത് എങ്ങനെയാണ്? CPMന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികളെ ഇവിടെ കാണുന്നത് വല്ല സ്വാതന്ത്ര്യ ദിന പരേഡുകൾക്കും പിന്നെ സ്വാതന്ത്ര്യ ആഘോഷങ്ങൾക്കും മാത്രമാണ് ഇവിടെ കാണുന്നത്. അല്ലാതെ ഇവിടെ ഞാനും ഞങ്ങളുടെ പ്രവർത്തകരും ഇതുവരെ ആരും കണ്ടിട്ടില്ല ഇവിടെ. ഇപ്പോ സ്ത്രീജനങ്ങളുടെ ഒരു സ്വാധീനം BJPക്ക് രാജ്യം മുഴുവൻ വലിയ രീതിയിൽ ആ ഒരു സ്വാധീനത്തിൽ പല സ്ഥലങ്ങളിൽ ഇപ്പൊ ബീഹാറിൽ പോലും അധികാരത്തിലെത്താൻ സാധിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ സ്ത്രീകളുടെ ഇടയിൽ BJPയുടെ ഒരു നിലവിൽ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ഞങ്ങൾ പ്രചരണമായിട്ട് ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ സ്ത്രീകൾ ഞങ്ങളെ 2 കൈ നീട്ടിയാണ് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് ശ്രീ ചെറായിയുടെ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾക്ക് നല്ല വിജയപ്രതീക്ഷയാണുള്ളത്. ചേട്ടാ, ഇപ്പോ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് വലിയ പിന്തുണയായിട്ട് മുന്നോട്ട് പോയാണല്ലോ. അപ്പോൾ അവസാനമായിട്ടൊരു കാര്യം മാത്രം, ഇവിടുത്തെ സ്ത്രീ ജനങ്ങളുടെ ഒരു കൃത്യമായിട്ടുള്ള പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. 3 ഒരു പുരുഷ സ്ഥാനാർത്ഥികളാണല്ലോ. അപ്പോൾ സ്ത്രീകൾക്കിടയിൽ ഇതിൽ ആരോടായിരിക്കാം താല്പര്യമെന്നാണ് താങ്കളൊരു കണക്കൂട്ടൽ? BJP സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിൽ നമ്മളോട് താല്പര്യം പ്രകടിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ വീടുകളിൽ ഇറങ്ങിച്ചെല്ലാൻ നേരത്ത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടണത്, നമുക്ക് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പിച്ചു പറയണത് സ്ത്രീജനങ്ങൾ തന്നെയാണ്. കാരണം നമ്മളിപ്പോ 3 ദിവസമായിട്ട് വീട്ടിൽ ഇറങ്ങുമ്പോൾ അവരാണ് മറ്റുള്ളവരെക്കാളെ ഏറ്റവും കൂടുതൽ നമുക്ക് പിന്തുണ നൽകണത്. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ സ്ത്രീകളുടെ വോട്ട് കൊണ്ട് നമ്മൾ ജയിക്കുമെന്ന് തന്നെയാണ്. സ്ത്രീകൾ തന്നെയാണ് നമുക്ക് വിജയം തരാൻ പോണെന്ന് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. വളരെ നന്ദി ഒരു സമയത്ത് പ്രതീക്ഷ. താങ്ക് യു.